നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് സമയത്ത് പാലക്കാട് മണ്ഡലത്തിൽ നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. അതായത് പാലക്കാട് BJP സ്ഥാനാർത്ഥി വലിയൊരു ആരോപണത്തിൽ പെടുന്നു. പിന്നീട് വോട്ടെണ്ണലിൽ മുന്നിട്ട് നിൽക്കുന്നു, പക്ഷെ പിന്നീട് ആകുമ്പോൾ പിന്നിലോട്ട് പോകുന്നു. അതായത് BJPയുടെ ഒരു തീപ്പൊരി നേതാവെന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ശോഭാ സുരേന്ദ്രൻ. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ തുടക്കം മുതൽ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് ശോഭയ്ക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. പടയൊരുക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കരുനീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം പടവെട്ടി ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ശോഭയുടെ ഒരു അസാന്നിധ്യം നമുക്ക് ഈ രാഷ്ട്രീയത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ സാർ? എന്താണ് തോന്നുന്നത്? ശോഭാ സുരേന്ദ്രൻ ഒതുക്കുന്നുണ്ടോ എന്താണ് തോന്നുന്നത്? ശോഭാ സുരേന്ദ്രന് നിയമസഭയിലുണ്ടായിരുന്ന ഒരു തീപ്പൊരിയായിരുന്നു. BJPയുടെ ഒരു വലിയ തീപ്പൊരിയിൽ പെൺപുലിയായിട്ട് അത് മാറിയിരുന്നു. ഇപ്പോൾ വാസ്തവത്തിൽ നിയമസഭയിൽ ഒരു സ്ത്രീകളുടെ ഭാഗത്തു നിന്നൊരു ശൂന്യത അനുഭവപ്പെടുന്നു. ആരും അത്ര വൊസിഫറസ് അല്ല. ഇത് വയലൻ്റ് ആവണമല്ല, മമതാ ബാനർജിയെ പോലെ സ്ട്രീറ്റ് ഫൈറ്റർ ആകണമെന്നോ അല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഒരു സ്ത്രീ സാന്നിധ്യം അവിടെ ഉറക്കുന്ന ഉച്ചത്തിലുള്ളൊരു ശബ്ദം, അവരുടെ ഒരു പ്രസൻസ് കാണിക്കുന്ന, സാന്നിധ്യം കാണിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം വയ്ക്കുന്ന ആരും ഞാൻ ഈ നിയമസഭാ സമ്മേളനത്തിൽ കാണുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. അതേസമയം ശോഭാ സുരേന്ദ്രൻ പരാജയപ്പെട്ടെങ്കിലും പാലക്കാട് മണ്ഡലത്തിൽ അവരൊരു ഷാഡോ MLA ആയിട്ട് പ്രവർത്തിക്കും എന്നാണ് മണ്ഡലത്തിലെ ആൾക്കാരോട് അവർ വാക്ക് കൊടുത്തത്. ആ രംഗത്തും അവർ കാര്യമായിട്ട് പ്രശോഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ വാർത്തകളിലൂടെ അറിയുന്നില്ല, നമ്മൾ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൂടുതലും വാർത്തകളിലൂടെയാണല്ലോ, നേരിട്ടല്ലല്ലോ, ഫോൺ സംഭാഷണത്തിലൂടെ അല്ല. പക്ഷേ വളരെ തീപ്പൊരിയായിട്ടുള്ളൊരു നേതാവായിരുന്നു, ഉജ്ജ്വല വാഗ്മിയായിരുന്നു, പ്രസംഗങ്ങൾ കൊണ്ട് തന്നെ ആളുകളെ കയ്യിലെടുക്കാൻ കഴിവുള്ള ആളായിരുന്നു. അതുപോലെയുള്ള തന്ത്രങ്ങൾ, മികച്ച തന്ത്രങ്ങൾ, വലിയ വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ആളായിരുന്നു. അവർ പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ്. അവരുടെ മത്സരങ്ങളിലെല്ലാം തന്നെ മറ്റുള്ളവരെ നേടിയതിനേക്കാൾ വോട്ടുകൾ നേടാനുള്ള ഒരു മെയ് വഴക്കവും അഭ്യാസവും ഒക്കെ അവർക്കുണ്ടായിരുന്നു. പക്ഷെ പാലക്കാട്ട് വന്ന് അവരെ അടിപ്പതറിപ്പോയി. അതിൻ്റെ പിന്നിൽ വമ്പിച്ച ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ കരുതുന്നു. ജയിക്കും എന്ന് വന്ന സുവർണ്ണ നിമിഷത്തിൽ 2 തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നു. കാരണം BJPയോട് സ്വാഭാവികമായിട്ടും ചിരപുരാതനമായിട്ടുള്ളൊരു വൈര്യം മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. ആ മുസ്ലിങ്ങളെയെല്ലാം ഇല്ലാതാക്കാൻ തിരിച്ചങ്ങോട്ടും ഉണ്ടാവാം. തിരിച്ചങ്ങോട്ടുള്ളത് പക്ഷേ പലപ്പോഴും തെറ്റിദ്ധാരണയാണ്. അങ്ങനെയുള്ള വിരോധം എന്ന് പറയുന്നത് ദേശവിരുദ്ധരായിട്ടുള്ള മുസ്ലിങ്ങളോട് മാത്രമുള്ള ഒരു വിരോധമാണ്. നമ്മുടെ രാജ്യത്തെ ഡയറക്റ്റ് ആക്ഷനിലൂടെ വെട്ടിമുറിച്ച് വെറും പാവങ്ങളായിട്ട് പച്ചക്കറി മാത്രം കഴിച്ചു കിടന്ന അക്രമം എന്തെന്നറിയാത്ത കാശ്മീരി പണ്ഡിറ്റുകളെ പോലുള്ള ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത് അവരുടെ ഗർഭിണികളായ സ്ത്രീകളുടെ വയറ്റിൽ ബയനറ്റ് വെച്ച് കുത്തി കുട്ടികളെ പുറത്തെടുത്ത് ആ ക്രൂരമായ ദൃശ്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഉത്തരേന്ത്യയിലെ ജനങ്ങളിൽ ഇപ്പോൾ പ്രായമായവരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വേദന, ഒരിക്കലും ജീവിച്ചാൽ മരിച്ചാൽ പോലും തീരാത്ത ഒരു വേദന അവരുടെ മനസ്സിലുണ്ട്. ആ വേദനയല്ലാതെ മറ്റൊരു വിരോധവും അവർക്കില്ല. വേദനയും അതുകൊണ്ട് സംശയമുണ്ട്. കാരണം ഇവിടെ ക്രിസ്ത്യാനികൾ വേറെ രാഷ്ട്രം വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്തു. പഞ്ചാബികൾ, സിഖുകാർ രാജ്യം വേണമെന്ന് പറഞ്ഞ് അന്ന് ഡയറക്റ്റ് ആക്ഷനിലേക്ക് പോയോ? ഏതെങ്കിലും വേറൊരു മതക്കാരങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു കിടുക്കം, ഇപ്പോഴും ഞെട്ടൽ, അവരുടെ ഒരു ട്രോമ അതും ഉണ്ടാവാം. കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല. കേരളത്തിൽ പക്ഷേ IS റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു. തടിയൻ്റെ അവിടെ നിന്ന് കാശ്മീരിൽ പോയി ഇന്ത്യക്കെതിരെ ഭീകരവാദ പ്രവർത്തനം നടക്കുന്നു. ലവ് ജിഹാദ് അങ്ങനെ വിളിച്ചുകൂടാതെ പ്രണയം വഞ്ചനയായിട്ട് മാറുന്ന സംഭവങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നേരെ, ഈഴവർക്ക് നേരെ ഒക്കെ നടക്കുന്നു. അപ്പോൾ അത് സംശയം ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ വളരെ ഉച്ചത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്നൊരു സ്ത്രീയായിരുന്നു ഇവരെ. അതുകൊണ്ട് തന്നെ ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വലിയൊരു ശത്രു ടാർഗറ്റുമായിരുന്നു അവരെ. ധൈര്യമായിട്ട് കാര്യങ്ങൾ, അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്നവർ കൊണ്ട് തന്നെ വലിയൊരു ശത്രു. എന്നിട്ട് ഇസ്ലാമിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയും അവർ നടത്തിയിട്ടില്ല. അവരുടെ ആ പൊളിറ്റിക്സും അവർ ചെയ്യുന്ന രീതികളെയും മാത്രമാണ് അപമാനിച്ചത്. അപ്പോൾ എന്ത് ചെയ്തു? CPM ഒരു വല്ലാത്ത ഒരു ചതി ഇവരോട് ചെയ്തു. ഒരു മുസ്ലിം, പ്രതീക്ഷിക്കാതെ ഒരു മുസ്ലിം ക്യാൻഡിഡേറ്റിനെ, രാഷ്ട്രീയത്തിൽ ഇതുവരെ അറിയപ്പെടാത്ത ഒരാളിനെ കൊണ്ടുവച്ചിട്ട് അവർ ആ ഭാഗത്തു നിന്നുള്ള വോട്ടുകളെല്ലാം മാറ്റി. കോൺഗ്രസ് ആകട്ടെ ജനപ്രിയനായിട്ടുള്ള ഒരു കലാകാരനെ കൊണ്ട് നിർത്തി വോട്ട് പിടിച്ച് അവർ ജയിക്കുകയും ചെയ്തു. അപ്പോൾ ശോഭാ സുരേന്ദ്രനേറ്റ ആ ക്ഷീണം അത് മുതലാക്കിക്കൊണ്ട് UDF അവിടെ വിജയിച്ചു. ഇതുകൂടാതെ ആ സമയത്ത് തന്നെ ഉണ്ടായ വലിയൊരു ആരോപണം, അതായത് ഒരു പ്രായമായ സ്ത്രീക്ക്, വോട്ടർക്ക് പണം ഇവർ കൊടുത്തു എന്നുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടു. അതിൽ ശോഭയുടെ മുഖമോ കയ്യോ ആരും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. യാതൊരു കൈയുടെ ഒരു ഫോറൻസിക് എവിഡൻസും ഇല്ല. അവരെ പോലെയുള്ള വസ്ത്രമിട്ട ഒരാൾ പോകുന്നു.
ഇതൊക്കെ നമുക്ക് കൃത്രിമമായിട്ട് സൃഷ്ടിക്കാൻ പറ്റും. പിന്നിൽ നിന്ന് ഞാൻ ആ വീഡിയോ കണ്ടിട്ട് പിന്നിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ടൊരു സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നു, സ്ത്രീയുടെ കയ്യിൽ കുടച്ച് പണം ഇരിക്കുന്നു. ഇതാണ് അതിൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ അത് കൊടുത്തതാണ് എന്നുള്ള ഒരു സാഹചര്യ തെളിവുണ്ടതിൽ, ശരിയാണ്, സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പണം കൊടുത്തിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനല്ല, ആലപ്പുഴക്കാരിയായ BJP-കാരി തന്നെയായ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയാണ്. പാളയത്തിലെ ശത്രുവാണ് അവർ. ഈ നമ്മുടെ ചതിയൻ ചന്തു എന്നൊക്കെ പറയുന്നില്ലേ, ആരോമൽ ചേകവരവിടെ അംഗം ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ വെട്ടി കൊന്നിട്ട് കൊലച്ചതി ചെയ്ത ചന്തു. എത്ര സിനിമയിലൂടെ അദ്ദേഹത്തിനെ നല്ലവനാക്കാൻ ശ്രമിച്ചാലും ആ ചന്തു ചതിയൻ തന്നെ, വില്ലൻ തന്നെ. ആ ചന്തുവിനെ പോലൊരു ചതിയെ സ്വന്തം പാളയത്തിലിരുന്നു കൊണ്ട് ശോഭാ സുരേന്ദ്രൻ പണം കൊടുത്തു എന്നുള്ള ഒരു നറേറ്റീവ് വീഡിയോക്കാരെ കൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് അവർ സൃഷ്ടിക്കുകയായിരുന്നു. അത് വല്ലാത്തൊരു ഷോക്കായി പോയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രന്. ഏതാണ്ട് വിജയിക്കുമെന്ന് ഉറപ്പായിരുന്നൊരു മണ്ഡലം നഷ്ടപ്പെടാൻ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറിയതും ഈ നറേറ്റീവാണ്. ആ നറേറ്റീവിലൂടെയാണ് പാലക്കാട് മണ്ഡലം UDF പിടിച്ചെടുത്തത്. അതായത് വിശുദ്ധമായ കൈകളാലല്ല ആ മണ്ഡലം വിജയിച്ചിരിക്കുന്നത്. ഇത് വലിയൊരു ഷോക്ക്. ഇപ്പോൾ ഏതൊരു സ്ത്രീയുടെയും ഇപ്പോൾ വലിയ വാചകങ്ങളും തീപ്പൊരി പ്രസംഗങ്ങളും നടത്തുമെങ്കിൽ എൻ്റെ അറിവിൽ ഇപ്പോൾ അവരൊരു മൃദുല ഹൃദയായ സ്ത്രീയാണ്, ക്രൂരയായ സ്ത്രീയല്ല. അങ്ങനെ വാചകങ്ങൾ അടിക്കുന്ന എല്ലാവരും വലിയ 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 പിന്നെ കട്ടിയുള്ള മനസ്സിൻ്റെ ഉടമകളാണെന്ന് നമ്മൾ കരുതുന്നത് തെറ്റാണ്. തീപ്പൊരി പ്രസംഗം നടത്തും, അത് വേറെ കാര്യം. അപ്പോൾ അവരെ വളരെയധികം ഷോക്കിലുമാക്കി, ട്രോമയിലുമാക്കി. അത് ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ്. തീർച്ചയായിട്ടും കേരള BJP-യിലും അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഈ ഉണ്ടായ ട്രോമ, ഒരു ഡിപ്രഷൻ, ആ പരാജയത്തിൻ്റെ ഒരു ജയിക്കുമെന്ന് 100% കരുതിയ ഒരു മണ്ഡലത്തിൽ, ജയിക്കുമെന്ന് മാധ്യമങ്ങളും ജനങ്ങളും വിശ്വസിച്ചിരുന്നൊരു മണ്ഡലത്തിൽ ഏറ്റ പരാജയം അവരുടെ ശോഭ കെടുത്തിയിട്ടുണ്ട്. ഈ ശോഭയുടെ ഇല്ലായ്മ നിയമസഭയുടെ ശോഭയെയും കെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യം സംശയമൊന്നുമില്ല. അവർ പറയുന്ന എല്ലാത്തിനോടും യോജിപ്പുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്മാർട്ട്നെസ് ആയിരുന്നു, ഒരു ചുണക്കുട്ടിയായിരുന്നു അവരെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും ആ ഒരു നഷ്ടം ശോഭയുടേതെന്ന പോലെ കേരളത്തിൻ്റെയും ഒരു നഷ്ടമാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. പ്രധാനമന്ത്രിയോട് വളരെ അടുപ്പമുള്ള ഒരാളും കൂടിയായിരുന്നു എന്നൊരു ദ്യോതിപ്പ്, അത് വളരെ ദ്യോതിപ്പിക്കലാണ് കേട്ടോ. അതൊക്കെ ഉണ്ടാക്കാനും ഒക്കെ അവർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയുമാണ്. ഏത് കാര്യത്തിനും തർക്കത്തിനും ഒക്കെ വളരെ ഉഷാറായിട്ട് മുന്നിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. കേരള രാഷ്ട്രീയത്തിൽ വാസ്തവത്തിൽ ഇപ്പോൾ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ത്രീകളാരും ഇല്ല എന്നുള്ളതാണ്. ഒരു തീപ്പൊരിയായിട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ത്രീ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിന് മൊത്തത്തിലും ഒരു ശോഭകടലായിപ്പോയി. അതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒരാൾ രാഷ്ട്രീയത്തിൽ നിന്ന് അവർ വനവാസത്തിന് പോയിരിക്കുകയാണോ, സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചിരിക്കുകയാണെന്നൊരു സംശയം ഉണ്ടാകുന്നത്. അത് തിരുത്തേണ്ടത് ആരാണ്? നമ്മളല്ല, ശോഭ തന്നെയാണ്. മാത്രമല്ല, ഈ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് പാർട്ടിക്കുള്ളിൽ നിന്ന് വലിയ വിമർശനം ശോഭയ്ക്ക് നേരെ, ഇപ്പോൾ ആദ്യത്തെ തവണയല്ല ശോഭയ്ക്ക് നേരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു പടയൊരുക്കം ഉണ്ടാകുന്നത്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നും ശോഭയെ വലിച്ചിടുക എന്നൊരു ലക്ഷ്യം ചിലർക്കൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതെ, ശോഭ ഇങ്ങനെ വളരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു ഓഫീസിലാണെങ്കിലും ശരി, വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണെങ്കിലും അസൂയക്കാരുണ്ടാവും, പാരവെപ്പുകാരുണ്ടാവും. ഏത് മനുഷ്യ സ്വഭാവമാണെന്നേ. ഇതൊക്കെ എല്ലാം രാഷ്ട്രീയത്തിലും ഉണ്ട് ഈ പാരവെപ്പുകൾ. അവനങ്ങ് ആളായി പോകുന്നു, എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതി. ആത്മവിശ്വാസം ഉള്ളവർക്ക് അതൊന്നും പ്രശ്നമല്ല. കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള അടി, അതിൻ്റെ പാരവെപ്പുകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ പാരവെപ്പൊക്കെ മനുഷ്യ സ്വഭാവമാണ്. അതുണ്ട്, അത് നമ്മുടെ നൂറ്റാണ്ടുകളായിട്ട് കൊണ്ടു നടക്കുന്ന സംഭവമാണ്. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് പക്ഷേ ശോഭയെ പോലെ ഒരാളും കൂടി കേരള രാഷ്ട്രീയത്തിൽ വലിയ ആഴത്തിലുള്ള രാഷ്ട്രീയമൊന്നുമുള്ള ആളായതുകൊണ്ടല്ല, പക്ഷേ നമ്മുടെ വിരസമായ ഈ രാഷ്ട്രീയത്തെ ഒന്ന് സരസമാക്കുന്ന തരത്തിലുള്ള ഒരു സാന്നിധ്യമായിരുന്നു എന്നുള്ളത് കൊണ്ട്. എന്ന് കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ്റെ ആരാധികയോ അങ്ങനെയുള്ള ആളൊന്നുമല്ല. എനിക്ക് പരിചയമുള്ള ഒരു നേതാവാണെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ടുള്ളൊരു നേതാവ് തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ദുഃഖകരമായിട്ട് ഒന്നും വന്നാൽ പൊട്ടിക്കരയുന്ന തരത്തിലുള്ള ചങ്കുവർക്കം മാത്രമേ അവർക്കുള്ളൂ. വളരെ മൃദുല ഹൃദയമായിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ് അവർ. ഒരു മനുഷ്യത്വമില്ലാത്ത സ്ത്രീ ഒരിക്കലുമല്ല. പക്ഷേ ആലപ്പുഴയിലെ ബിന്ദു ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ അവരെ ഒരു ചതിക്കുഴിയിൽ വീർത്തു. അടിച്ച് പണി ഞാൻ തീർക്കുമെന്നൊക്കെ പറയേണ്ടി വന്നു. ആ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു ദുഷ്ട സ്വഭാവമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ദുഷ്ട സ്വഭാവമല്ല. അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് വളരെ മൃദുല മാനസരായിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും. ഈ ബിന്ദു പക്ഷേ കാണിച്ചത് വളരെ കഠിനഹൃദയയായിട്ടുള്ള ഒരു വില്ലൻ്റെ റോളാണ് അവർ പ്രവർത്തിച്ചത്. അവരെ പുറത്താക്കിയിട്ടുണ്ട് BJP. പക്ഷേ പുറത്തായിട്ടും
ഇപ്പോഴും അവരുടെ ശോഭയുടെ ശോഭഘട്ട അവസ്ഥ മാറ്റാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വളരെ കാര്യമാണ്. കേരളത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം കൂടുതലായിട്ട് വേണ്ട ഒരു അവസരത്തിൽ ശോഭയുടെ നഷ്ടം, എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിൻ്റെ മൊത്തം ഒരു ശോഭയുടെ നഷ്ടം അതാണെങ്കിൽ ഒരു രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ്. അതെ, അത് സാന്നിധ്യം ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ജയിച്ചില്ലെങ്കിൽ അടുത്ത തവണ ജയിക്കും. അങ്ങനെയല്ല കെ കരുണാകരനൊക്കെ രാഷ്ട്രീയത്തിൽ വെന്നിക്കൊടി പാറിച്ചത്. അതുപോലൊരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാക്കിക്കൊണ്ടത് പാർട്ടിക്കാരുടെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും ഉള്ളിൽ നിന്നും ഒരുപോടെയുള്ള ഈ തള്ളലുണ്ടായി കഴിയുമ്പോൾ അത് താങ്ങാൻ സ്ത്രീകൾക്ക് വലിയ അതാണ് രാഷ്ട്രീയ സ്ത്രീകൾ വരുന്നതിനെതിരെ ഇങ്ങനെ ഉണ്ടെന്ന്. KR ഗൗരിയമ്മയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടില്ലേ, ആ പുരുഷ കേന്ദ്രിതമായിട്ടുള്ള മനസ്സാണ് രാഷ്ട്രീയത്തിനുള്ളത്. ഞാൻ ഏതെങ്കിലും അത് സംശയമില്ലാത്ത കാര്യമാണ്. ഏതായാലും ശോഭ രാഷ്ട്രീയ പാർട്ടി ഏതുമായിക്കോട്ടെ, ശോഭയുടെ സാന്നിധ്യം ഉണ്ടാവണം നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും എന്നുള്ളതാണ് നമുക്ക് പൊതുവേ കേരളീയർക്ക് തോന്നുന്നത്. അവരോട് വലിയ വിരോധമൊന്നും ആർക്കും ഉണ്ടാവാൻ വകയില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇനി ശോഭാ സുരേന്ദ്രൻ വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ പഴയതുപോലെ ആക്റ്റീവ് ആകുമെന്ന് തന്നെയാണ് കരുതുന്നത്, അല്ലേ? അതെ, അങ്ങനെ ആവട്ടെ, അങ്ങനെ വരട്ടെ. കരുത്താർജിക്കുക. പ്രതിസന്ധികളെ നമ്മൾ വെല്ലുവിളികളായിട്ട് എടുക്കുക, വെല്ലുവിളികളെ നമ്മൾ അവസരങ്ങളായിട്ട് എടുക്കുക. പെർസിവിയറൻസ്, ഇതാണ് നമുക്ക് ഏറ്റവും റെസിലിയൻസ്. ഇത് രണ്ടുമില്ലാതെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു പാഠം കൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി.